കോഴിക്കോട് NIT-യിൽ ഇന്ത്യയുടെ ഭൂപടം കാവിയിൽ വരച്ചതിനെതിരെ പ്രതിഷേധിച്ച ദളിത് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 4ാം വർഷ വിദ്യാർത്ഥിക്കെതിരെയാണ് നടപടി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ കാവി നിറത്തിൽ ഭൂപടം വരച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാം. മുഹമ്മദ് അസ്ലം, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തത്? രാമക്ഷേത്ര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് NIT-യിൽ SNS എന്ന് പറഞ്ഞ ക്ലബ്ബ് വളരെ പ്രകോപനപരമായ രീതിയിലൊരു സംഘപരിവാർ അനുകൂല പ്രദർശനം സംഘടിപ്പിച്ചിരുന്നു. കാവി നിറത്തിൽ ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുകയും അതിൽ അമ്പുവില്ലുമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരമൊരു ഭൂപടം വരയ്ക്കുകയും മാത്രമല്ല ചില പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതിനെതിരെ ആദ്യം ഒരു ഒറ്റയാൾ പ്രതിഷേധമായി വന്നതാണ് ഈ 4ാം വർഷ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി. ഇന്ത്യ രാമരാജ്യമല്ലെന്നും ഇന്ത്യ മതേതര രാജ്യമാണെന്നുള്ള പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഒറ്റയ്ക്ക് പ്രതിഷേധിച്ചു. തുടർന്ന് വലിയ തോതിൽ വിദ്യാർത്ഥികൾ സംഘപരിവാർ പ്രതിഷേധത്തിനെതിരെ രംഗത്ത് വന്നു. അങ്ങനെ സംഘപരിവാർ അനുകൂലികളും വിരുദ്ധരും എന്ന രീതിയിലേക്ക് വലിയ തോതിൽ അവിടെ ഒരു സംഘർഷ സാഹചര്യം രൂപപ്പെട്ടു. പോലീസ് ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഇരുകൂട്ടരെയും പറഞ്ഞു വിട്ടത്. ഈ സംഭവത്തിൽ NIT നടത്തിയ അന്വേഷണത്തൊടുവിലാണ് ഈ ആദ്യമായി പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥിയാണ് അവിടെ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നും അയാൾ വിദ്യാർത്ഥികൾക്കുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് അച്ചടക്കം ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് അയാളെ ഒരു വർഷത്തേക്ക്, ദളിത് വിദ്യാർത്ഥിയാണ്, അയാളെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നത്. വളരെ അസാധാരണമായ ഒരു സംഭവമാണ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം ഈ വിഷയത്തിൽ പ്രകോപനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരോ അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികളെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെയൊന്നും നടപടികളെടുത്തില്ല എന്നുള്ള പരാതി കൂടിയുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥി സ്ഥാപനത്തിൻ്റെ നടപടിക്കെതിരെ അപ്പീൽ, ആ സ്ഥാപനത്തിൽ തന്നെ മറ്റ് അപ്പീൽ അതോറിറ്റികളുണ്ട്, അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലാണുള്ളത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, താൻ ഇത്തരം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഉണ്ടായ ഒരു മതേതരത്തിന് വിരുദ്ധമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരെ താൻ സമാധാനപരമായി പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ പ്രതിഷേധിച്ചവർക്കെതിരെ പ്രകോപനം ആകുകയായിരുന്നു ചില ആൾക്കാർ ചെയ്തതെന്നാണ് ഈ വിദ്യാർത്ഥി പ്രതികരിക്കുന്നത്. എന്തായാലും അപ്പീൽ ഉൾപ്പെടെ നടപടിയിലേക്ക് വിദ്യാർത്ഥിക്ക് പോവും. എന്തായാലും അന്ന് സംഘപരിവാർ അനുകൂല പ്രതിഷേധം, അതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥിക്കെതിരെയാണ് ഇപ്പോൾ NIT ഒരു വർഷത്തെ സസ്പെൻഷൻ എന്ന കടുത്ത നടപടി എടുത്തിരിക്കുന്നത്. ശരി അസ്ലം.